മൊയ്തീനെ മൊയ്തീനെ ആകെ കുളമേടാ. നിങ്ങൾ ഓടിപ്പാഞ്ഞ് വന്ന് പേടിപ്പിച്ച പിന്നെ ആകെ കൊള നടക്കൂ. അതല്ല, ആകെ പ്രശ്നമായി. എന്ത് പ്രശ്നം? എന്റെ വല്യപ്പ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് നമ്മളെന്ത് ചെയ്യണം? എടാ, ഞാനിവിടെ വലിയ സെറ്റപ്പിലാണ്, മഹാസംഭവമാണെന്നൊക്കെയാണ് നാട്ടിലും വീട്ടിലൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇവിടെ കട്ടൻ കാപ്പി കുടിക്കാൻ പോലും കാഴ്ച ഇല്ലെന്ന് നമുക്കെല്ലാം അറിയാവൂ. വീട്ടിൽ പോയി വീട്ടിലിടുമ്പോ നിങ്ങൾ ആലോചിക്കണത് അല്ല മൊയ്തീന്, വല്യപ്പൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ നല്ല സെറ്റപ്പിലെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പിന്നെ ചാവുന്നതാ ഭേദം. നീ എന്നെ എങ്ങനെങ്കിലും ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. 10 പൈസ എന്റെ കയ്യിലില്ല. കാല് പിടിക്കൊന്നും വേണ്ട. എന്താ എന്റെ പ്രശ്നം? വല്യപ്പ ഈ സെറ്റപ്പ് കാണരുത്. നീ തമാശ പറയരുത്. അല്ല അതല്ലേ എടാ, വല്യപ്പനോട് വരുമ്പം ഞാൻ നല്ല സെറ്റപ്പിലാണെന്ന് വല്യപ്പനെ തോന്നണം. പിന്നെ ഈ കൂറ സെറ്റപ്പിലോട്ടൊക്കെ വല്യപ്പനെ എങ്ങനെയാ വിളിച്ചോണ്ട് വരുന്നത്? അതാണിപ്പോ ഞാൻ ചോദിച്ചാ. വല്യപ്പ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ ഇത്ര ഇങ്ങനത്തെ താന്ന സെറ്റപ്പിലാണെന്നുള്ള വല്യപ്പ മനസ്സിലാക്കരുത്. അതിനുമ്പോ ഒരു പണി ചെയ്യാം. എന്റെ വല്യപ്പനെ വഴി തെറ്റിച്ചു. വഴി തെറ്റിക്കണം എങ്ങോട്ട്? അതായത് ഇപ്പം നമ്മളെ ഷൂട്ടിങ്ങിന് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ വല്യപ്പനാണ് കൂട്ടിയിട്ടു. നീ എന്ത് പറയുന്നത്? നമ്മള് ഷൂട്ടിങ്ങിന് വേണ്ടി ഗസ്റ്റ് ഹൗസ് അപ്പം എടുത്ത് അങ്ങനെ ഒരു സ്ഥലം ഇല്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കണം. നീ എന്തൊക്കെ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. വെളിച്ചത്തെടുത്തും കണ്ട് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു പരിപാടിയാണല്ലോ സിനിമ. അതൊക്കെ എനിക്കറിയാം. അതുപോലെ ചെറിയ ഒരു സൂത്രപ്പണി നമ്മൾ ഇവിടെയും പ്രയോഗിക്കും. എന്ത് സൂത്രം? എന്ത് സൂത്രം എന്ന് ചോദിച്ചാ വഴിയുണ്ട്. അല്ല, ഇതിലിപ്പോ എന്താണ്ട് ഇത്ര ആലോചിക്കാനുള്ളത്? എന്നോട് ഈ വീട് മൂപ്പര പേരിൽ എഴുതി കൊടുക്കാണെന്നല്ലേ പറഞ്ഞത്. മൂപ്പര വല്യപ്പ വരുന്ന സമയത്ത് മൂപ്പര വീട് പോലെ ഒന്ന് അഭിനയിക്കണം. എനിക്കൊരു അവസരം കിട്ടുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കിക്കോ. എനിക്ക് സിനിമയിൽ ചാൻസ് വേണോ? വേണമെങ്കിൽ ചായ ചെയ്യണോ? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. മഹാലക്ഷ്മി ഒന്ന് കയറുമ്പോൾ ഇടത്തേക്കാലിനോട് തട്ടിക്കളയുന്നുണ്ട്. ഇത് എനിക്ക് കിട്ടുന്ന ഒരു ലോട്ടറിയാണ്. ലോട്ടറി. ക്യാമറ ഫിഗർ മലയാള സിനിമയ്ക്ക് ശരവണനെ ആവശ്യമാണ്. ഈ ലോട്ടറി ഞാൻ എടുത്തിരിക്കുന്നു. അങ്ങനെയാണ്. എന്റെ ആക്ടിങ് കണ്ട് ഇഷ്ടപ്പെട്ട ഡിക്കുർ സാറിന്റെ പടത്തിലെടുക്കുമല്ലോ. ശരവണ 110% നിനക്ക് വേഷത്തിൽ. പിന്നെ ഞാൻ എന്താ വേണ്ട പറ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാല് ഈ വീട് മൂപ്പരത്താണ്. അതൊക്കെ എന്റെ വീട് മൂപ്പരാവുന്നു. ശരവണം എന്റെ വീടല്ല, ഇത് സങ്കല്പമാണ്. ആക്ടിങ്. പിന്നെ എന്റെ ഭാര്യയും ഇവിടുത്തെ പണിക്കാരും മേൽനോട്ടക്കാര്, ഈ മൊത്തം നോക്കുന്ന ആൾക്കാർ. സാങ്കല്പികമാണ്, ആക്ടിങ്, ഒറിജിനൽ അല്ല. പിന്നെ മൂപ്പര വല്യപ്പ വരുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് നാച്ചുറലായിട്ട് മൂപ്പര കൂടെ നിന്ന് അഭിനയിച്ചു. അതെ, അത്രേ ആക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. മൊയ്തീൻ സാറ് പോയി മൂപ്പരെ വിളിച്ചിട്ട് വരാനുള്ളവർ വിളിച്ചിട്ട് അങ്ങനെ മൂപ്പര് കീപ്പറൊന്നും പറയല്ലേ. പിന്നെ വരുന്നത് പുലിയാണ്, പുപ്പുലി. അറിയോ? ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടാൽ മതി മൂപ്പര് അത് കണ്ടുപിടിച്ച കളയും. ഇതിൽ എങ്ങനെ അഭിനയിക്കുന്നത് അതുപോലെ ഇരിക്കും എന്റെ അവസരം. അത് മനസ്സിലാക്കിയോ? ഇതൊരു കാര്യം ചെയ്യും. എന്റെ ഭാര്യയും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. അതെല്ലാം ഞാൻ ഏറ്റെന്ന്. ഈ ആക്ടിങ് എനിക്ക് മുട്ടിയിരിക്കുന്നുണ്ട്. ഇതെനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നന്നായിട്ട് ചെയ്യും. അടിപൊളിയായിട്ട് ചെയ്യണം. അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ ആക്ടിങ് നല്ല ലൈവ് ആയിരിക്കണം. എന്നാലും ഒരു ലൈഫ് ഉണ്ടാവും. മനസ്സിലായല്ലേ? അതുപോലെ ഇരിക്കും എന്റെ ലൈഫ്. അതെ, ഞാൻ ഏറ്റിട്ട്. വല്യപ്പ, ഹലോ വല്യപ്പ, സ്ഥലം മനസ്സിലായോ? ഹലോ വല്യപ്പ, അതായത് ഒരു വെള്ള കോലസ്. വല്യപ്പ വല്യപ്പ ഞങ്ങള് കാത്തിരിക്കുകയായിരുന്നു. എന്തുണ്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വല്യപ്പ. വല്യപ്പ, ഇത് എന്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ് മൊയ്തീൻ. എന്റെ വല്യപ്പനല്ലേ. പിന്നെ വല്യപ്പ, ഇത് ഒരു വെള്ള കോളിസ്. പൈസ ഒന്നും നോക്കില്ല, സെക്കൻഡ് ഹാൻഡ് ഞാൻ മേടിച്ചു. സെക്കൻഡ് ഹാൻഡ് ഒക്കെ മതിയുടെ ആദ്യം. തുടക്കത്തിൽ അത് മതി, പിന്നെ നമുക്ക് പുതിയ കാറ് വാങ്ങാലോ അല്ലേ? ചെറിയ ഓട്ടോ അല്ലേ ഉള്ളൂ. അത് സാരല്ല, അതൊക്കെ മതി. വല്യപ്പ, ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ വീട്. അവിടെ പോയാലോ? കേറിക്കോ. അവിടെ കേറിക്കോ. അയ്യോ, ഡോറടക്കേ.